തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരെയും വലിയ അഭിഷേകത്തിലേക്ക് നയിക്കുവാൻ പരിശുദ്ധാത്മാവ് മനോഹരമായിട്ടുള്ള ഒരു വചനം നൽകി നമ്മളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-29 തിരുവചനം. സാധിക്കുന്നവർ വിശുദ്ധ ഗ്രന്ഥം തുറന്ന് നമുക്കൊരുമിച്ച് വചനം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. സെൻറ്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 11 വേഴ്സ് 28 and 29. വചനം ഇങ്ങനെ പറയുന്നു: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പ്രതിസന്ധിയുടെ ദുരിത കാലഘട്ടത്തിൽ ആശ്വാസം ലഭിക്കുന്നതിനുള്ള ഒരു വഴി തിരുവചനം നമ്മുടെ മുമ്പിൽ തുറന്നു തരികയാണ്. അതെന്താണ് ആ വഴി? യേശുവിൽ നിന്നും ചില കാര്യങ്ങൾ പഠിക്കുക. നമ്മളൊക്കെ ചെറുപ്പകാലം മുതൽ യേശുവിൻ്റെ സ്വഭാവ രീതികളൊക്കെ പഠിച്ച് വളർന്നു വരുന്നവരാണ്. എന്നാൽ ഇന്ന് ചില പ്രത്യേകമായ സ്വഭാവ രീതികൾ യേശുവിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ചില പ്രത്യേകമായ സ്വഭാവ രീതികൾ. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു വ്യക്തിയെ ഒന്ന് പരിചയപ്പെടുത്താം. 2002 മരിച്ചുപോയ ഒരു ആർച്ച് ബിഷപ്പാണ്. ആർച്ച് ബിഷപ്പിൻ്റെ പേര് വാൻ ത്വാൻ. ആർച്ച് ബിഷപ്പ് വാൻ ത്വാൻ. മുഴുവൻ പേര് ഫ്രാൻസിസ് സേവ്യർ ന്യുവേൻ വാൻ ത്വാൻ. ഇദ്ദേഹം വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യത്ത് ഏകദേശം 13 വർഷത്തോളം ജയിലിൽ കഴിയേണ്ടി വന്ന ഒരു ആർച്ച് ബിഷപ്പാണ്. 13 വർഷം. ഈ ആർച്ച് ബിഷപ്പിനെ പൊതുവെ അറിയപ്പെടുന്നത് പ്രതീക്ഷയുടെ ഒരു അപ്പസ്തോലൻ എന്നാണ്. പ്രതീക്ഷയുടെ അപ്പസ്തോലൻ. കാരണം ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിലും പ്രവൃത്തിയിലുമെല്ലാം മറ്റുള്ളവർക്ക് ഒത്തിരിയേറെ പ്രതീക്ഷ നൽകിയ ഒരു അപ്പസ്തോലനാണ്. ഈ ആർച്ച് ബിഷപ്പ് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ദ റോഡ് ഓഫ് ഹോപ്പ് എന്നാണ്. പ്രതീക്ഷയിലേക്കുള്ളൊരു വഴി. പ്രിയപ്പെട്ടവരെ, ഈ ആർച്ച് ബിഷപ്പ് വാൻ ത്വാൻ ജയിലിലായിരുന്നപ്പോൾ ഇദ്ദേഹത്തോട് കൂട്ടത്തിലുള്ള സഹതടവുകാർ, അവർ കത്തോലിക്കരൊന്നുമല്ല, അവർ ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മുടെ ഇന്നത്തെ ഈ ആത്മീയ ചിന്തകൾക്കുള്ള പ്രചോദനം. അവർ ചോദിച്ച ചോദ്യം ഇതാണ്: എന്തു കാരണത്താലാണ് എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ പിന്തുടരുന്നത്? കാരണം ക്രിസ്തുവിനെ പിന്തുടരുന്നത് കൊണ്ടാണ് അദ്ദേഹം ജയിലിൽ കഴിയേണ്ടി വന്നത്. മതമർദ്ദന സമയമാണ്. അപ്പം എന്തു കാരണത്താലാണ് എല്ലാം ഉപേക്ഷിച്ച്, നിങ്ങൾക്ക് ലഭിക്കാവുന്ന എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ഈ യേശുവിനെ പിന്തുടരുന്നത്? എന്ത് കാരണത്താലാണ്? ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചിന്തിച്ചേ. എന്ത് കാരണത്താലാണ് നിങ്ങൾ യേശുവിനെ പിന്തുടരുന്നത്? എന്തെങ്കിലും കാരണമുണ്ടോ? ചിലർ പറയും, ഞാൻ ജനിച്ചതൊരു ക്രൈസ്തവ കുടുംബത്തിലാണ്, അപ്പം അതുകൊണ്ട് ഞാൻ യേശുവിനെ പിന്തുടരുന്നു. അതിനപ്പുറം നിൻ്റെ ഉള്ളിൽ വ്യക്തമായ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? ഇപ്പം ഞാനെന്ന് പറയുന്ന ഒരു വൈദികൻ, ജീവിതത്തിലെ മറ്റെല്ലാ സുഖ സൗകര്യങ്ങളും ജീവിത മേഖലകളും ഉപേക്ഷിച്ച് ഒരു വൈദികനായി യേശുവിൻ്റെ പുരോഹിതനായി ജീവിക്കുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടോ എന്നതുപോലെ തന്നെ ഈ ചോദ്യം എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോടുമുള്ള ഒരു ചോദ്യമാണ്. ഈ ആർച്ച് ബിഷപ്പ് വാൻ ത്വാൻ എന്തു മറുപടി പറഞ്ഞുവെന്ന് പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിലും ആശ്വാസത്തിനുള്ള ചില വഴികൾ ലഭിക്കും. അപ്പോൾ ആർച്ച് ബിഷപ്പിനോട് ചോദിച്ച ചോദ്യം എന്താണ്? എന്തുകൊണ്ടാണ് ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് നിങ്ങൾ ക്രിസ്തുവിനെ പിന്തുടരുന്നത്? ഈ ആർച്ച് ബിഷപ്പ് വാൻ ത്വാൻ പറഞ്ഞ ഉത്തരം എന്താണെന്നറിയാവോ? അദ്ദേഹം പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിൻ്റെ കുറവുകളെ സ്നേഹിക്കുന്നു. ഞാൻ ക്രിസ്തുവിൻ്റെ
കുറവുകളെ സ്നേഹിക്കുന്നു. അപ്പോൾ ചിലർക്കൊരു സംശയം ഉണ്ടാവും, ക്രിസ്തുവിന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിരുന്നു? കാരണം നമ്മളൊക്കെ ഇന്നോളം പഠിച്ചിട്ടുള്ളത് ക്രിസ്തു പൂർണ്ണനായ മനുഷ്യൻ എന്നുള്ളതല്ലേ. അപ്പോൾ ആ പൂർണ്ണതയിൽ നിന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ യേശുവിന് എന്താണ് കുറവ്? പ്രിയപ്പെട്ടവരെ, യേശുവിന് കുറേ കുറവുകൾ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ സ്വഭാവത്തെ നമ്മൾ ആഴത്തിൽ പരിശോധിച്ചാൽ നമുക്ക് വെളിപ്പെടുന്നൊരു കാര്യം, യേശുവിന് കുറേയധികം കുറവുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കുറവുകൾ പഠിച്ച് ഈ കുറവുകൾ നമ്മുടെ സ്വഭാവത്തിലേക്ക് സ്വീകരിക്കാം. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ആരുടെയെങ്കിലുമൊക്കെ കുറവുകൾ പഠിക്കുകയും ആ കുറവുകൾ നമ്മുടെ സ്വഭാവത്തിൽ സ്വീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഈ അവസരത്തിൽ യേശുവിൻ്റെ 5 പ്രധാനപ്പെട്ട കുറവുകൾ നമ്മൾ പഠിക്കാൻ പോവാണ്. ഒന്നാമത്തെ കുറവ്, യേശുവിന് വലിയ മറവി ഉണ്ടായിരുന്നു. യേശുവിന് വലിയ മറവി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പാപിയായ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് അനുതപിക്കുന്ന ഹൃദയത്തോടു കൂടിയാണ് നിലകൊള്ളുന്നതെങ്കിൽ യേശു ആ വ്യക്തി അന്ന് വരെ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും മറക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ആത്മീയ സത്യമാണ്. എത്ര വലിയ പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും യേശുവിൻ്റെ മുമ്പിൽ വരുമ്പോൾ അനുതപിക്കുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്നോളമുള്ള എല്ലാ കുറവുകളും യേശു മറക്കും. നിങ്ങൾക്ക് വായിച്ചു ധ്യാനിക്കാനായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒത്തിരിയേറെ സന്ദർഭങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ടത് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 11-ാം തിരുവചനം. അതിലിങ്ങനെയുണ്ട്, യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ട സ്ത്രീ, ആ സ്ത്രീയുടെ പശ്ചാത്തലം ഇന്നലകൾ മുഴുവൻ അനേക കുറവുകളുടെ കൂമ്പാരമാണ്. അതാ ജനക്കൂട്ടം വന്നിട്ട് പറയുന്നത്, ഇവളുടെ ജീവിതം മുഴുവൻ കുറവുകൾ നിറഞ്ഞതാണ്, ഇവളെ നമുക്ക് വിധിക്കണം. എന്നാൽ യേശു അനുതപിക്കുന്ന ആ ഹൃദയത്തിൻ്റെ മുമ്പിൽ ഒരു നിലപാടെടുത്തു. ഇവളുടെ ജീവിതത്തിൽ ഇന്നുവരെ ഇവൾ ചെയ്തിട്ടുള്ളതെല്ലാം മറക്കാൻ തയ്യാറായി. യേശുവിന് വലിയ മറവി ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഈ മറവി? ഇത് വലിയ ഒരു സ്വർഗീയമായ അനുഗ്രഹം സമ്മാനിക്കുന്ന ഒരു മറവിയാണ്. ലൂക്കാസ് സുവിശേഷം നമ്മളോട് അങ്ങനെയാണ് പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനത്തിൽ പറയുന്നു, അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്വർഗം സന്തോഷിക്കും. ഇത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വളരെയധികം അത്യാവശ്യമായ ഒരു കൃപയാണ്. എന്താണ്? ചില കാര്യങ്ങളൊക്കെ മറക്കാനും പൊറുക്കാനും നമ്മൾ പഠിക്കണം. കുടുംബത്തിൽ സമാധാനം വേണോ? ജീവിതത്തിലെ പല കാര്യങ്ങളും മറക്കാനും പൊറുക്കാനും നമ്മൾ പഠിക്കണം. നമ്മുടെയൊക്കെ മിക്കവാറും കുടുംബങ്ങളിലെ പ്രശ്നങ്ങളിലെ ഒന്നാമത്തെ കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ചില കാര്യങ്ങൾ അത് തേടിപ്പിടിച്ച് അതിനെക്കുറിച്ച് വീണ്ടും 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 ചർച്ച നടത്തി, വാഗ്വാദം നടത്തി, ആ അസ്വസ്ഥത നിറഞ്ഞൊരു അന്തരീക്ഷം വീണ്ടും നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഈ അടുത്ത നാളിൽ ഒരു കുടുംബത്തിനു വേണ്ടി ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബനാഥൻ അത്യാവശ്യം നല്ല ഒന്നാം തരം മദ്യപാനി, കുടിച്ച് കുടുംബത്തിലുള്ളതെല്ലാം തകർത്തു. ഈ മനുഷ്യന് ഈ കൊറോണയുടെ ഒരു സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദൈവിക ഇടപെടലുണ്ടായി. അത് പല സാഹചര്യങ്ങളോട് ചേർന്നുകൊണ്ടാണ്. ഈ മദ്യപാനിയായ മനുഷ്യൻ മദ്യപാനം ഒരു സുപ്രഭാതത്തിൽ അങ്ങ് നിർത്തി. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഡൽഹിയിലെ ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. ഭാര്യയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, കൂട്ടുകാർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ മനുഷ്യൻ വീട്ടിൽ നിന്നൊരു ചെറിയ ബാഗിൽ കുറച്ച് തുണിയൊക്കെ ആയിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു. എന്നിട്ട് ധ്യാന കേന്ദ്രത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മുമ്പിൽ, നിത്യാരാധനയുടെ മുമ്പിൽ വരുന്ന കണ്ണുനീരോടുകൂടെ ഈ മനുഷ്യൻ ഏങ്ങലടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. സംസാരിച്ചപ്പോൾ മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചെയ്ത എല്ലാ പ്രവൃത്തികളെയും കുറിച്ച് വലിയ സങ്കടമാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ സകലതും നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ദുഃഖമുണ്ട്. പിന്നീട് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നന്നായി പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് ഇദ്ദേഹം ആത്മീയമായി വളരുകയാണ്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല. തിരിച്ച് വീട്ടിൽ ചെന്നു. ഇദ്ദേഹം കൊന്തയെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങും. കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥന ആരംഭിക്കുന്നു. പക്ഷെ ഭാര്യ സമ്മതിക്കുന്നില്ല. ഭാര്യ പറയുന്നത് ഇത് ഈ മനുഷ്യൻ്റെ നാടകമാണ്. കാരണം ഇപ്പോൾ ഇദ്ദേഹം മദ്യപാനം നിർത്തി എന്ന് പറയുന്ന കള്ളത്തരമാണ്. ഇത് ഞാൻ വിശ്വസിക്കാൻ തയ്യാറല്ല. എന്ന് മാത്രമല്ല, ഈ ഭർത്താവ് ഇന്നുവരെ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ എണ്ണിപ്പെറുക്കി ഈ മനുഷ്യനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അച്ഛാ ഞാനിനി എന്നാ ചെയ്യണ്ടേ? ഞാൻ മദ്യപിച്ചിട്ട് തന്നെ ഇപ്പോൾ ഇത്രയും നാളുകളായി. എൻ്റെ ഭാര്യ പക്ഷെ വിശ്വസിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, അസ്വസ്ഥത കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു വ്യക്തിക്ക് നന്നാകാൻ നമ്മൾ അവസരം കൊടുക്കണ്ടേ? നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തിയുടെ ജീവിതം, ആ വ്യക്തി വലിയൊരു മാറ്റത്തിന് തയ്യാറായി വരുമ്പോൾ അംഗീകരിക്കാനും സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും പിന്നെ ആരാണുള്ളത്? യേശുവിൻ്റെ ഏറ്റവും വലിയൊരു കുറവ് എന്ന് പറയുന്നതും ഇത് തന്നെയായിരുന്നു. അനുതപിക്കുന്ന ഹൃദയത്തോടുകൂടി ഒരു വ്യക്തി വന്നാൽ യേശു ആ വ്യക്തിയുടെ ഇന്നോളമുള്ള ജീവിതത്തിൻ്റെ കുറവുകളെ മറക്കും. മറ്റൊരു സംഭവം പറയാം. ഭാര്യയും ഭർത്താവും കൗൺസിലിങ്ങിന് വന്നിരിക്കുകയാണ്. ഭർത്താവിൻ്റെ ഒരു അവിഹിതമായിട്ടുള്ളൊരു ബന്ധം ഭാര്യ കണ്ടുപിടിച്ചു. അവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഭൂകമ്പമായി. അതിനുശേഷം രമ്യത ചർച്ചയായി. ഭർത്താവിന് ചെയ്ത തെറ്റിനെക്കുറിച്ച് വലിയൊരു അവബോധമുണ്ടായി. അദ്ദേഹം കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നു, ധ്യാനം കൂടി. ഭാര്യയുടെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചു. അതിനുശേഷം സന്തോഷത്തോടെ തിരിച്ചുപോയി. എന്നിട്ട് അദ്ദേഹം വാക്ക് തന്നത് ഇങ്ങനെയാണ്, ഇനി മേലിൽ അച്ഛ ഇങ്ങനെയുള്ള ആ പഴയ ബന്ധത്തിലേക്കോ അതിൻ്റെ പുറകിലോട്ടോ ഞാൻ പോവില്ല, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഈ സംഭവം നടന്നിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു ചെറിയ കാര്യം ഉണ്ടായാൽ ഉടനെ തന്നെ ഭാര്യ എടുത്തടിച്ച പോലെ പറയും, ഓ ഇയാളുടെ സ്വഭാവമൊക്കെ എനിക്കറിയാവുന്നതല്ലേ, അന്നത്തെ കാര്യം ഞാൻ മറന്നിട്ടില്ല, ആ സ്ത്രീയോടുള്ള ബന്ധം ഞാൻ മറന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഓർത്തോർത്തു പറഞ്ഞ് ശല്യപ്പെടുത്തി അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും. മറക്കാൻ പഠിക്കണം. ഇതാ യേശു നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന ഒരു വലിയ സ്വഭാവ രീതിയാണ്. യേശുവിൻ്റെ ഒരു കുറവായിരുന്നു നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹവും. ഈ കുറവ് നമുക്ക് സ്വീകരിക്കാം. എന്താണ് ഈ കുറവിൻ്റെ പ്രത്യേകത? നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തി ഇതാ വലിയ ഒരു മാറ്റത്തിന് തയ്യാറായിട്ട് വരുമ്പോൾ ആ വ്യക്തിയുടെ ഇന്നലകൾ പരിഗണിക്കാതെ ആ വ്യക്തിയെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അംഗീകരിക്കുവാനുമുള്ള ഒരു തീരുമാനം. പ്രിയപ്പെട്ട ദൈവജനമേ, യേശുവിൻ്റെ രണ്ടാമത്തെ കുറവാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ കുറവ് എന്താണെന്നറിയോ? യേശുവിന് കണക്കറിയില്ലായിരുന്നു. കണക്കിൽ തീരെ മോശമായിരുന്നു. ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേകർക്ക് കണക്ക് മോശമായിട്ടുള്ളവരുണ്ടാവും. ആ കണക്കല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് മറ്റൊരു തരത്തിലുള്ള കണക്കാണ്. ലൂക്കാസ് വിശേഷം 15-ാം അധ്യായം 4-ാം തിരുവചനം, നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? 99 ആണോ വലുത്, 1 ആണോ വലുത്? യേശുവിന് 99ഉം 1ഉം ഒരുപോലെയായിരുന്നു. ഇതെന്തൊരു മണ്ടൻ കണക്കാണ്! നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അല്ലെങ്കിൽ തന്നെ എന്തു പറയേണ്ടു, വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുന്ന തന്നെ വലിയ തെറ്റായ കണക്കുകൂട്ടലുകളിലൂടെയല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ദൈവം പറയുകയാണ്, ആദവും ഹൗവായും ഇനി മുതൽ
രണ്ടല്ല ഒന്നാണ്. അതെങ്ങനെ ശരിയാവും? കാരണം നമ്മൾ പഠിച്ച കണക്കെന്ന് പറയുന്നത് ഒന്നും കൂട്ടിക്കഴിഞ്ഞാൽ 2 എന്നുള്ളതാണ്. ശരിയല്ലേ? അങ്ങനെയല്ലേ നമ്മൾ സ്കൂളിൽ പഠിച്ചത്? 1 + 1 = 2. എന്നാൽ ഇതാ വിശുദ്ധ ഗ്രന്ഥം പറയാണ്, ആദോ ഹവ്വായും ഒന്നും കൂട്ടിക്കഴിഞ്ഞാൽ അത് 1. ഇനി നിങ്ങൾ 2 1. പ്രിയപ്പെട്ടവരെ, ഈ കണക്ക് മനസ്സിലാകണമെങ്കിൽ ഹൃദയം കൊണ്ട് മനസ്സിലാക്കണം. നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന തലയ്ക്കകത്തുള്ള കണക്ക് കൊണ്ട് നോക്കിയാൽ നമുക്കിത് ബോധ്യപ്പെടുകയില്ല. വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ നമ്മൾ കാണുന്ന അത്ഭുതങ്ങളൊക്കെ എന്താണ്? കണക്ക് തെറ്റിയ ചില കാര്യങ്ങളാണ് അത്ഭുതങ്ങൾ. വൈദ്യശാസ്ത്രം പറയുന്നു, ദാ ഈ രോഗം നിൻ്റെ ജീവിതത്തിൽ കൂടപ്പിറപ്പാണ്, ഈ രോഗം നിന്നെ നശിപ്പിക്കും, നിനക്കിനി രക്ഷയില്ല. എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തു മനസ്സിലായി? നമ്മൾ പഠിച്ച കണക്ക് അല്ല ദൈവസന്നിധിയിലുള്ളത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്ന എല്ലാ അത്ഭുതങ്ങളും അത് കണക്ക് തെറ്റിയ ഒരു കളിയാണ്, അല്ലേ? ചെങ്കടലിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ വടി വീശുന്നു, കടൽ 2 മാറുന്നു. പാറയ്ക്കിട്ട് മോശ ദാ വടി കൊണ്ടടിക്കുമ്പോൾ പാറയിൽ നിന്ന് ജലം വരുന്നു എന്ന് തുടങ്ങി പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന എല്ലാ അത്ഭുതങ്ങളും കണക്കില്ലാത്ത അത്ഭുതങ്ങളാണ്. പുതിയ നിയമത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, മരിച്ച ലാസർ പുറത്തു വരുന്നു, കാനായിലെ വിവാഹ വിരുന്നിൽ പച്ചവെള്ളം വീഞ്ഞായിട്ട് മാറുന്നു. നമ്മുടെ കണക്ക് കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും മാച്ചാവുന്നില്ല. എന്നാൽ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുമ്പോൾ, വിശ്വാസം കൊണ്ട് തിരിച്ചറിയുമ്പോൾ ഇതിന് ഒത്തിരിയേറെ അർത്ഥതലങ്ങളുണ്ടെന്ന് തിരിച്ചറിയുന്നു. അപ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന രണ്ടാമത്തെ യേശുവിൻ്റെ സ്വഭാവം, കണക്കറിയാത്ത സ്വഭാവം എന്ന് പറഞ്ഞാൽ, വ്യക്തിജീവിതത്തിലൊക്കെ ഹൃദയം കൊണ്ട് വ്യക്തികളെ കാണാനും കേൾക്കാനും ശ്രമിക്കുക. നിൻ്റെ വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ നിൻ്റെ പരിചയത്തിലുണ്ടാവും ചില ആളുകൾ. ചിലപ്പോഴൊക്കെ നമ്മൾ ചോദിക്കില്ലേ, നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാം, നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാം, നിന്നെക്കൊണ്ട് ഒരു കാര്യത്തിനും കൊള്ളില്ലല്ലോ, 5 പൈസയുടെ വിലയില്ല, 10 അക്ഷരം നീ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ക് കൂട്ടുന്നതെല്ലാം നമ്മുടെ തലയ്ക്കകത്തിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ്. ഹൃദയം കൊണ്ട് മനസ്സിലാക്കിയാൽ നമ്മുടെ മുമ്പിൽ സ്വർഗം ചില ആത്മീയ മേഖലകൾ വെളിപ്പെടുത്തി തരും. ഈശോ ദാ നമ്മളെ ക്ഷണിക്കുന്നത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ വില നിശ്ചയിക്കേണ്ടത് അത് ഹൃദയം കൊണ്ട് അളന്നുകൊണ്ടാണ്, ലോകം വെച്ച് നീട്ടുന്ന ബിരുദാനന്തരങ്ങൾ കൊണ്ടല്ല, ഈ ലോകത്തവൻ എന്തു നേടി എന്നുള്ളതിനെ ഓർത്തുകൊണ്ടല്ല. യേശുവിന് കണക്കറിയില്ലായിരുന്നു, നമുക്കും അതുപോലെ യേശുവിൻ്റെ സ്വഭാവം സ്വീകരിക്കാം. അതായത് ഹൃദയം കൊണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. മൂന്നാമതായിട്ട് യേശുവിൻ്റെ വലിയൊരു കുറവ് എന്ന് പറയുന്നത് യുക്തിബോധമില്ലായിരുന്നു. അതായത് കാര്യകാരണ സഹിതം ചിന്തിക്കണ്ടേ. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ കണ്ട ലൂക്കാ സുവിശേഷം 15-ാം അധ്യായത്തിലെ കാണാതായ ആടിൻ്റെ ഉപമയ്ക്ക് ശേഷം കാണാതായ നാണയത്തിൻ്റെ ഉപമ പറയുന്നുണ്ട്. 15-ാം അധ്യായത്തിൽ 8 മുതൽ വചനത്തിൽ പറയുന്നുണ്ട്. അതായത് ഒരു സ്ത്രീ തനിക്ക് 10 നാണയം ഉണ്ടായിരിക്കെ അതിൽ 1 നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തു ചെയ്യും? ആ വീട് മുഴുവൻ അടിച്ചു വാരിയതിനു ശേഷം അത് കണ്ടുകിട്ടിക്കഴിയുമ്പോൾ പിന്നെ നാട്ടുകാരെയൊക്കെ വിളിച്ച് വിരുന്ന് കൊടുക്കുന്ന ഒരു സ്ത്രീ, അല്ലേ? ഒരു നാണയത്തേക്കാൾ ചെലവേറിയ കാര്യമാണ് മറ്റുള്ളവർക്ക് വിരുന്ന് കൊടുക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പെൻസായി പെരുമാറാൻ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഇതിനെന്തെങ്കിലും ഒരു യുക്തിയുണ്ടോ? ഒരു യുക്തിയുമില്ല. അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല പ്രവൃത്തികളും യുക്തി കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും ശരിയാവില്ല. എന്നാൽ സ്വർഗം സന്തോഷിക്കുന്ന ചില നിമിഷങ്ങളാണെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുകയാണ്. എൻ്റെ കൂടെ സെമിനാരിയിൽ ചേർന്ന് വൈദികനായ എൻ്റെ സുഹൃത്തായ ഒരു വൈദികൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാട് നിറഞ്ഞ ഒരു പഴയ അധ്യായമുണ്ട്. അതിങ്ങനെയാണ്. ഇദ്ദേഹം ഗൾഫിൽ ഒരു വലിയ രാജ്യത്ത് ഇദ്ദേഹം നല്ല ജോലിയിലായിരിക്കുകയായിരുന്നു. അതായത് പഠനമൊക്കെ കഴിഞ്ഞ് നല്ല എൻജിനീയറൊക്കെ ആയി വിദേശത്ത് നല്ല സമ്പാദ്യമൊക്കെയുള്ള ഒരു ജോലി.
ഇദ്ദേഹത്തിൻ്റെ സമ്പാദ്യം ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വലിയ അനുഗ്രഹമായിരുന്നു. അങ്ങനെ എൻജിനീയറായിട്ട് ആ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് ദൈവികമായ ഒരു ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായത്. അങ്ങനെ ഒരു വൈദികനാകാൻ ഇദ്ദേഹം തീരുമാനിക്കുന്നു. ഇദ്ദേഹം വൈദികനാകാൻ തീരുമാനിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ ഇദ്ദേഹത്തിനെതിരായി. കാരണം എന്താണ്? ഇദ്ദേഹം സമ്പാദിച്ചു കൊണ്ടിരുന്ന ഈ പണം മുഴുവൻ ഇനി അത് കിട്ടില്ലല്ലോ എന്നൊരു ചിന്ത. അവർ പറഞ്ഞു, എടാ നിനക്ക് വട്ടാണ്, നീ ഇങ്ങനെ അച്ഛനാകാൻ പോകല്ലേ, നിന്റെ ജീവിതത്തിൽ നീ ഇപ്പോൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത് വലിയതാണ്. ആ വ്യക്തി പറഞ്ഞു, ഇല്ല, എനിക്ക് യേശു ക്രിസ്തുവിൻ്റെ കൂടെ യേശുവിൻ്റെ ഒരു വൈദികനാകണം. അങ്ങനെ ത്യാഗമേറ്റെടുത്ത് സെമിനാരിയിൽ ചേർന്നു. പിന്നീട് നീണ്ട നാളത്തെ ഫോർമേഷനൊക്കെ കഴിഞ്ഞ് അദ്ദേഹം വൈദികനായി, ഒരു വിശുദ്ധനായ വൈദികൻ. പ്രിയപ്പെട്ടവരെ, സെമിനാരിയുടെ ആദ്യ നാളുകളിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾക്കെല്ലാവർക്കും വീട്ടിൽ നിന്ന് എഴുത്തുകളൊക്കെ വരുമ്പോൾ ഇദ്ദേഹത്തിന് മാത്രം ആരും എഴുത്തെഴുതാനില്ല. വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കാണാൻ വരുമ്പോൾ ഇദ്ദേഹത്തിന് മാത്രം ആരും കാണാൻ വരില്ല. കാരണം വീട്ടുകാരെല്ലാവരും ഇയാളെ പുറത്താക്കി. ഇയാൾ മണ്ടൻ, ഒരു യുക്തിബോധമില്ലാത്ത മനുഷ്യൻ. അതുകൊണ്ടല്ലേ ഇദ്ദേഹത്തിന് ഇത്രയും പണം കിട്ടാമായിരുന്നിട്ട് അതെല്ലാം ഉപേക്ഷിച്ചിട്ട് സെമിനാരിയിൽ പോയി ചേർന്നത്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ വൈദിക പട്ടത്തോട് ചേർന്നിട്ട് ആ കുടുംബത്തിൽ വലിയ ഒരു അഭിഷേകമൊക്കെ ഉണ്ടായി. ആ കുടുംബം മുഴുവൻ ഇദ്ദേഹത്തെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, യുക്തിബോധമില്ലാത്ത യേശുവിൻ്റെ പ്രവൃത്തി നമ്മൾ പലപ്പോഴും നമ്മുടെ തല കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാൽ സത്യമായ ചില കാര്യങ്ങൾ നമ്മുടെയൊക്കെ കുടുംബത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും പെരുമാറ്റത്തിലൊക്കെ സ്വീകരിക്കേണ്ട വലിയ ഒരു നേട്ടം. യേശുവിൻ്റെ ഒരു കുറവാണ് നമുക്ക് വേണ്ട ഒരു നേട്ടം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ മൂന്നാമതായിട്ട് യേശുവിൽ നിന്ന് പഠിക്കുന്നത് ഈ യുക്തിബോധമില്ലാത്ത ഒരവസ്ഥ. നാലാമതായിട്ട് യേശുവിൻ്റെ കുറവ് നമ്മൾ പഠിക്കുന്നത് നയതന്ത്രശാലി ആയിരുന്നില്ല യേശു. യേശു ഒരു നല്ല നേതാവായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു നല്ല നേതാവാണെങ്കിൽ എന്തു ചെയ്യും? ആ നേതാവ് തൻ്റെ കൂടെ വരുന്ന അണികളോട് ഒത്തിരിയേറെ വാഗ്ദാനങ്ങൾ കൊടുക്കും. ഇപ്പോൾ ഇലക്ഷൻ കാലത്തൊക്കെ നമ്മൾ കാണുന്നില്ലേ, നമ്മുടെയൊക്കെ നാട്ടിൽ രാഷ്ട്രീയ നേതാക്കന്മാർ വന്നിട്ട് വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ് അല്ലേ. എൻ്റെ കൂടെ കൂടിയാൽ, എൻ്റെ പാർട്ടിയിൽ ചേർന്നാൽ, എനിക്ക് വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ കിട്ടും, ഇങ്ങനെയൊക്കെ കിട്ടും, വാഗ്ദാനങ്ങളുടെ പെരുമഴ. യേശു എന്ന് പറയുന്ന നേതാവ് അമ്പെ പരാജയപ്പെട്ട ഒരു നേതാവായിരുന്നു. കാരണം അദ്ദേഹം ഒരു നയതന്ത്രശാലി ആയിരുന്നില്ല. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 24-ാം തിരുവചനം വായിച്ചാൽ മതി. മത്തായിയുടെ സുവിശേഷം, സെൻറ്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 16 വേഴ്സ് 24 വചനം പറയുന്നു, യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്തൊരവസ്ഥയല്ലേ. ഒരു നേതാവ് പറയാണ്, എന്നെ അനുഗമിക്കുന്ന കൊള്ളാം, പക്ഷേ ഉണ്ടല്ലോ കുരിശും എടുത്തുകൊണ്ട് വരണം. ആരനുഗമിക്കും? ഒരു നല്ല നേതാവാണെങ്കിൽ ആ നേതാവ് എന്ത് ചെയ്യണം? വാഗ്ദാനങ്ങളുടെ പെരുമഴ കൊടുക്കണ്ടേ? എന്നാൽ യേശു എന്ന് പറയുന്ന ഒരു നേതാവ് തൻ്റെ കൂടെ വന്നവരോട് പറഞ്ഞ കാര്യം, കുരിശെടുക്കാവോ എങ്കിൽ എൻ്റെ കൂടെ പോര്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ഈ നാലാമത്തെ ഗുണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. നമ്മുടെ അനുദിന ജീവിത വഴികളിൽ കുരിശ് ഏറുമ്പോൾ ഓർക്കണം, ഞാൻ പിന്തുടരുന്നത് എൻ്റെ ഗുരുവിനെയാണ്, കുറവുകളുള്ള യേശുവിനെയാണ്. അഞ്ചാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന യേശുവിൻ്റെ ഒരു വലിയ കുറവ്, യേശു ധനതത്വശാസ്ത്രത്തിൽ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അമ്പേ പരാജയമായിരുന്നു. അമ്പേ പരാജയം. എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ. നിങ്ങൾക്കിത് മനസ്സിലാകാൻ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനം, നമുക്കൊക്കെ പരിചയമുള്ള മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാർ, സെൻറ്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 20 വേഴ്സ് 12 വചനം പറയുന്നു, അവസാനം വന്ന ഇവർ 1 മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ, എന്നിട്ടും പകലിൻ്റെ അധ്വാനവും ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യനാക്കിയല്ലോ.
എന്തൊരു സാമ്പത്തിക കൈകാര്യം അല്ലേ? അവസാനം വന്നവർക്ക് ദാ കൊടുക്കുന്ന എന്താണ്? ആദ്യം വന്നവർക്കുള്ള കൂലി. ഇതെങ്ങനെ ശരിയാവും? നാളുകൾക്ക് മുമ്പ്, കൊറോണയൊക്കെ വരുന്നതിന് മുമ്പ്, ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ ഒരു തകർന്ന മനുഷ്യൻ ധ്യാനം കൂടാൻ വന്നു. മദ്യപാനിയായിരുന്നു, കുടുംബത്തിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ധ്യാനത്തിൽ വെച്ച് പരിശുദ്ധാത്മാവ് ഇദ്ദേഹത്തെ ഏറ്റെടുത്തു. പിന്നീട് കുറേ നാൾ ധ്യാന കേന്ദ്രത്തിലൊക്കെ താമസിച്ചു. ഇദ്ദേഹത്തെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. എന്നു മാത്രമല്ല, ഇദ്ദേഹത്തിന് ഒത്തിരിയേറെ ദൈവിക കൃപകൾ, ഗിഫ്റ്റുകൾ ലഭിക്കാൻ തുടങ്ങി. കൗൺസിലിങ്ങിനൊക്കെ ഇരിക്കുമ്പോൾ തൊട്ട് മുമ്പിൽ വന്നിരിക്കുന്ന ആളുടെ ഹൃദയത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്താനുള്ള ഒരു കൃപ, ഒരു വ്യക്തിയുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ രോഗശാന്തിക്കുള്ള കൃപ, നല്ല വചന ശുശ്രൂഷയ്ക്കുള്ള കൃപ, അപ്പം ഇതൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പം ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിലുള്ള വർഷങ്ങൾ പഴക്കമുള്ള വേറെ കുറേ ശുശ്രൂഷകരുണ്ട്. അവർക്ക് അസ്വസ്ഥരായി. കാരണം അവർ പറഞ്ഞു, ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് ഈ ധ്യാനകേന്ദ്രത്തിലുണ്ട്, പക്ഷെ ഞങ്ങൾക്കാർക്കും ഇത് കിട്ടിയില്ലല്ലോ. ഇതെന്ത് പരിപാടിയാണ് ദൈവമേ, നീ എന്ത് പരിപാടിയാണ്? ഇന്നലെ വന്നവൻ, തെമ്മാടിയായിട്ട് നടന്നവൻ, അവൻ വന്നു കഴിഞ്ഞപ്പോൾ ദാണ്ടെ അവന് കിട്ടി, ഞങ്ങൾക്കാർക്കും ഇങ്ങനെയൊന്നും കിട്ടുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ ധനതത്വശാസ്ത്രത്തിൽ ഒരു തരി മര്യാദയുമില്ലാത്ത ദൈവത്തിൻ്റെ പ്രത്യേകത. ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അളവില്ലാതെ അനുഗ്രഹം നൽകി അഭിഷേകത്തിൽ നയിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളപ്പോൾ ഈ സമയം മുഴുവൻ യേശുവിൻ്റെ 5 കുറവുകളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഒന്നാമത്തെ കുറവ്, യേശുവിന് നല്ല മറവിയുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, യേശുവിന് കണക്കറിയില്ലായിരുന്നു. മൂന്നാമത്തെ കാര്യം, യേശുവിന് യുക്തിബോധമില്ലായിരുന്നു. നാലാമത്തെ കാര്യം, യേശു ഒരു ന്യായതന്ത്രശാലിയായിരുന്നില്ല. അഞ്ചാമത്തെ കാര്യം, യേശുവിന് ധനതത്വശാസ്ത്രം അറിയില്ലായിരുന്നു, സാമ്പത്തിക കാര്യങ്ങൾ പിന്നോക്കമായിരുന്നു. ഈ കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാവും. നമ്മളൊക്കെ എല്ലാം തികഞ്ഞവരാകാൻ വേണ്ടി, വലിയ പെർഫെക്റ്റായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ സാധാരണക്കാരായിട്ട് ജീവിക്കാം. ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാനും, ചില കാര്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും, കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ വേണ്ടി ദൈവമേ നിന്നോട് ചേർന്നിരിക്കാനുള്ള കൃപയ്ക്കും വേണ്ടി ആഗ്രഹിക്കുക. യേശു നമ്മുടെ മുമ്പിൽ വെച്ചു നീട്ടുന്ന ഈ കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ അഭിഷേകത്തിലേക്ക് നമുക്ക് നയിക്കും. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം തിരുവചനം നമ്മളോട് പറഞ്ഞില്ലേ, എന്നിൽ നിന്ന് പഠിക്കുവിൻ. യേശുവിൻ്റെ ഈ കുറവുകൾ നമുക്കൊക്കെ സ്വീകരിക്കാം. അപ്രകാരം നമുക്കൊക്കെ സ്വർഗീയമായ ആശ്വാസത്തിൻ്റെ ഒരു ജീവിതം നയിക്കുവാൻ ദൈവസമർത്ഥമായിട്ട് എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.